നമസ്കാരം. സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നിങ്ങൾക്കുള്ള യൂണിവേഴ്സിൻ്റെ സന്ദേശം എന്താണെന്നറിയാനായിട്ട് ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ടും കാണാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങളുമായും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് മാച്ചായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം ഇതിൽ നിന്നും എടുക്കാനായിട്ട് ശ്രമിക്കുക. അല്ലാത്തവ വിട്ടുകളയുക. അപ്പോൾ നിങ്ങൾക്കുള്ള ഭഗവാന്റെ അല്ലെങ്കിൽ പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങളിൽ പല ആളുകളുടെയും ജീവിതം വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലേക്ക് മാറാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതായത് ഇവിടെ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായിട്ട് വന്നു ചേരുകയാണ്. നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള സന്തോഷ വാർത്തകൾ കേൾക്കാൻ ഇടയാവുന്നതാണ്. അതേപോലെ തന്നെ ഇവിടെ വളരെയധികം സാമ്പത്തിക പ്രതിസന്ധിയിൽ നിൽക്കുന്ന ആളുകളുടെ ഒരു എനർജി കാണുന്നുണ്ട്. ഇപ്പോൾ സാമ്പത്തികമായിട്ടുള്ള ഒരു സ്ഥിരത വന്ന് ചേരാനായിട്ട് പല രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തുന്ന ആളുകളായിരിക്കാം നിങ്ങളിൽ പലരും. പക്ഷേ അവിടെയൊന്നും ഒരു പൂർണ്ണമായിട്ടുള്ള വിജയം കണ്ടെത്താനായിട്ട് നിങ്ങൾക്ക് കഴിയുന്നില്ലായിരിക്കാം. അതേപോലെ തന്നെ മറ്റു പലരോടും സാമ്പത്തിക സഹായം നിങ്ങൾ ആവശ്യപ്പെടുന്നുണ്ടായിരിക്കാം. പക്ഷേ അവിടെയും നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ ഒരു സഹായം ആരിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്നില്ലായിരിക്കാം. അപ്പോൾ അത്തരത്തിൽ സാമ്പത്തികമായിട്ട് വളരെയധികം തകർന്നിരിക്കുന്ന ആളുകളാണ് നിങ്ങളിൽ പലരും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് സാമ്പത്തിക ഭദ്രത തീർച്ചയായിട്ടും വന്നു ചേരുന്നതാണ്. അതായത് സാഹചര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാവുന്നതാണ്. മുമ്പ് പറഞ്ഞതുപോലെ എല്ലാം കൊണ്ടും പോസിറ്റീവായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് നിങ്ങൾ എത്തിച്ചേരുന്നത്. അവിടെ നിങ്ങൾ നേരിടുന്നത് എത്ര വലിയ സങ്കടകരമായിട്ടുള്ള സാഹചര്യങ്ങളായാലും, ഇപ്പോൾ സാമ്പത്തികമായിട്ടായാലും അല്ലെങ്കിൽ എന്തു തന്നെ ആയാലും, അവിടെ നിങ്ങൾക്ക് ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില സന്തോഷകരമായിട്ടുള്ള വാർത്തകൾ കേൾക്കാനിടയാവുന്നതാണ്. നിങ്ങളിലേക്ക് പുതിയ മാർഗങ്ങൾ എത്തിച്ചേരുന്നതാണ്. അപ്പോൾ അതിലൂടെ മനഃശാന്തി, സന്തോഷം ഇവയൊക്കെ അനുഭവിക്കുന്ന ആളുകളെയാണ് ഇവിടെ കാണുന്നത്. അതേപോലെ തന്നെ ജോലിയുടെ കാര്യത്തിൽ ഒരു തീരുമാനവുമാവാതെ നിൽക്കുന്ന ആളുകളുടെ ഒരു എനർജിയും ഇവിടെ കാണുന്നുണ്ട്. ഒരു പക്ഷേ ജോലിക്ക് വേണ്ടി പല ശ്രമങ്ങളും നടത്തി കാത്തിരിക്കുന്നവരായിരിക്കാം നിങ്ങളിൽ പലരും. അതല്ലെങ്കിൽ നിലവിലുള്ള ജോലി പല കാരണങ്ങളാൽ നഷ്ടപ്പെട്ടിരിക്കുന്ന ആളുകളായിരിക്കാം നിങ്ങളിൽ പലരും. അപ്പോൾ പഴയ ജോലിയിലേക്ക് തന്നെ മടങ്ങിപ്പോവണം, അല്ലെങ്കിൽ നിങ്ങൾ പരിശ്രമിച്ച് കാത്തിരിക്കുന്ന ആ ഒരു ജോലി നിങ്ങൾക്ക് തന്നെ കിട്ടണം എന്നൊക്കെ നിങ്ങൾ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈശ്വരാനുഗ്രഹത്താൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധ്യമാവുന്നതായിട്ടാണ് കാണുന്നത്. ഒരുപക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതല്ലെങ്കിൽ അതിലും മികച്ച തൊഴിലവസരങ്ങൾ നിങ്ങളെ തേടി എത്തുന്നതാണ്. അപ്പോൾ അവിടെ വളരെയധികം ആലോചിച്ച് ബുദ്ധിപരമായിട്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് പോവേണ്ടതാണ്. അതേപോലെ തന്നെ വളരെയധികം ഒറ്റപ്പെടൽ നേരിടുന്ന ആളുകളുടെ ഒരു എനർജിയും ഇവിടെ കാണുന്നുണ്ട്. ഒരുപക്ഷെ സാഹചര്യങ്ങൾ കൊണ്ട് ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കാം നിങ്ങളിൽ പലരും. അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ ഒഴിവാക്കാൻ ശ്രമിക്കുന്ന, കുറ്റപ്പെടുത്താൻ ശ്രമിക്കുന്ന, നിങ്ങളെ പരിഗണിക്കാത്ത, സ്നേഹിക്കാത്തയൊക്കെ ഒരു സാഹചര്യത്തിലുള്ള ഒറ്റപ്പെടൽ ആയിരിക്കാം നിങ്ങളിൽ പലരും അനുഭവിക്കുന്നത്. എന്തായാലും ചില വ്യക്തികൾ വളരെയധികം ഒറ്റപ്പെടൽ ഇപ്പോൾ നേരിടുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയെ മുറുകെ പിടിക്കുക. ആ ഒരു ശക്തി ഏതൊരു മോശം സാഹചര്യത്തിൽ നിന്നും, മാനസിക അവസ്ഥയിൽ നിന്നും നിങ്ങൾക്ക് സംരക്ഷണവും സഹായവും നൽകും എന്ന് തന്നെ വിശ്വസിക്കുക. തീർച്ചയായിട്ടും നിങ്ങളിലെ ഇപ്പോഴത്തെ ഒറ്റപ്പെടൽ വെറും താൽക്കാലികം മാത്രമാണ്. അതിൽ നിന്നും നിങ്ങൾക്ക് വലിയ താമസമൊന്നുമില്ലാതെ തന്നെ പുറത്തേക്ക് വരാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. കൂടാതെ പ്രതിസന്ധികൾ നിങ്ങൾക്ക് വന്നു ചേരുമ്പോൾ അവിടെ തളർന്നു പോവാതെ ആത്മധൈര്യത്തോടെ ഈ ഒരു സാഹചര്യവും നിങ്ങളിൽ നിന്നും കടന്നു പോവും എന്ന പ്രതീക്ഷയോടെ തന്നെ ഇരിക്കുക. അതേപോലെ തന്നെ നിങ്ങളിൽ പല ആളുകളും എന്തൊക്കെയോ കാര്യങ്ങളിൽ ഒരു നീതി കിട്ടണം എന്ന് വളരെയധികം ആഗ്രഹിക്കുന്ന ആളുകളാണ് എന്നുള്ളതാണ് കാണുന്നത്.
അപ്പോൾ ഇവിടെ നിങ്ങളിൽ പലർക്കും നീതി ലഭിക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ നിലനിൽക്കുന്ന ആ ഒരു ഇരുട്ടിനെ ഇല്ലാതാക്കിക്കൊണ്ട് അവിടേക്ക് പ്രകാശം വന്നു ചേരുന്നുണ്ട്. നിങ്ങളുടെ ജീവിതം എല്ലാം കൊണ്ടും പ്രകാശം നിറഞ്ഞതാവാൻ പോകുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അവിടെ നിങ്ങൾക്ക് പല കാര്യങ്ങളിലും വിജയം ഉണ്ടാവുന്നതാണ്. നിങ്ങൾ നല്ല രീതിയിൽ പരിശ്രമിക്കുന്ന ആളുകളാണ്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു പരിശ്രമത്തിന് നല്ലൊരു ഫലം തന്നെ കിട്ടുന്നതാണ്. അതേപോലെ തന്നെ ഇവിടെ നിങ്ങളുടെ ബന്ധങ്ങൾ കുറച്ചുകൂടി ദൃഢമാവും എന്നുള്ളത് കാണുന്നുണ്ട്. ഇപ്പോൾ കുടുംബവുമായിട്ടുള്ള ബന്ധം, ബന്ധുക്കളുമായിട്ടുള്ളത്, അതേപോലെ തന്നെ സുഹൃത്തുക്കളുമായിട്ടൊക്കെയുള്ള ഒരു ബന്ധം കുറച്ചുകൂടി ദൃഢമാവുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അവിടെ നിങ്ങളുമായിട്ട് പിണങ്ങി നിൽക്കുന്ന പലരും നിങ്ങൾക്കരികിലേക്ക് എത്തിച്ചേരാനുള്ള സാധ്യതകളും വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങളിലേക്ക് വളരെയധികം ദൈവാനുഗ്രഹം കടന്നു വരുന്നുണ്ട്. കൂടാതെ നിങ്ങളൊരു യാത്ര പോകുന്ന, പുതിയ എന്തൊക്കെയോ ചില കാര്യങ്ങൾ വാങ്ങിക്കുന്ന ഒക്കെ ഒരു സാഹചര്യം കാണുന്നുണ്ട്. കൂടാതെ സമൃദ്ധിയുടെയും പൂർത്തീകരണത്തിൻ്റെയും ഒക്കെ ഒരു സമയമാണ് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നത്. അതേപോലെ തന്നെ നിങ്ങൾ ചെയ്തിട്ടുള്ള നല്ല കർമ്മങ്ങളുടെ ഫലം, നല്ല പ്രവൃത്തികളുടെ ഫലം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. പല കാര്യങ്ങളിലുമുള്ള നിങ്ങളുടെ വിശ്വാസം വർദ്ധിച്ചു വരുന്നുണ്ട്. കൂടാതെ ചില നല്ല വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്നുള്ളത് കാണുന്നുണ്ട്. അവരിൽ നിന്നും നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങളിലായാലും നിങ്ങളുടെ ജീവിതത്തിലായാലും ഒരുപാട് നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് അവർക്ക് സാധിക്കുന്നതാണ്. കൂടാതെ നിങ്ങളിലേക്കൊരു ആത്മവിശ്വാസം, ധൈര്യം ഇവയൊക്കെ വന്ന് ചേരുന്നുണ്ട്. മറ്റുള്ളവർക്ക് വെളിച്ചം പകർന്നു കൊടുക്കാൻ പറ്റുന്ന ഒരു തലത്തിലേക്ക് നിങ്ങൾക്ക് മാറാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ദൈവത്തിൻ്റെ, പ്രപഞ്ചശക്തിയുടെ സംരക്ഷണമുണ്ട്. നിങ്ങൾ സ്വയം കണ്ടെത്തുന്നതും നിങ്ങളിലേക്ക് വന്നെത്തുന്നതുമായ പല മാർഗങ്ങളും പല അവസരങ്ങളും നിങ്ങൾക്ക് മുന്നിലുണ്ട്. അവിടെ തീർച്ചയായിട്ടും ഒരു വിജയം കൈവരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ള ഒരു സന്ദേശം പ്രപഞ്ചശക്തി നിങ്ങൾക്ക് നൽകുന്നുണ്ട്. കൂടാതെ പുതിയ ആശയങ്ങളെക്കുറിച്ച് നന്നായിട്ട് സംസാരിക്കാനും നടപ്പിലാക്കാനുമൊക്കെ താല്പര്യം കാണിക്കുന്ന ആളുകളോടൊപ്പം ചേർന്ന് നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ പ്രകടിപ്പിക്കാനും അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാനുമൊക്കെ ശ്രമിച്ചാൽ അത് നിങ്ങൾക്ക് വളരെ പ്രയോജനകരമായേക്കാം എന്നുള്ള ഒരു സന്ദേശം പ്രപഞ്ചശക്തി നിങ്ങൾക്ക് നൽകുന്നുണ്ട്. അപ്പോൾ എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയെ ഏതൊരു സാഹചര്യത്തിലും മുറുകെ പിടിക്കുക. അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ ആ ഒരു സന്ദേശം ഇതായിരുന്നു. ഇതിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക. അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം.